സാലസ്. ഞാനൊരു 16 വയസ്സ് മുതൽ പടിഞ്ഞാപ്പുറത്ത് പണിക്ക് പോകുന്ന അന്നെന്ന് പറഞ്ഞാൽ തണ്ട് വലിയാണ്. അന്ന് ഇഞ്ചിൻ്റെ ഒരു പരിപാടിയും ഇല്ല. അന്ന് ഈ വള്ളങ്ങൾ ഈ തണ്ടിങ്ങനെ വലിച്ച് ഇങ്ങനെ പോകുന്ന പരിപാടിയാണ്. അപ്പം അന്ന് ഒരു 10 ആൾ 12 ആൾക്ക് അന്ന് വള്ളത്തേക്ക് കയറുന്നുണ്ട്. ഇന്ന് അതല്ല, ഇന്ന് 60-70 ആളൊക്കെ ഒരു വള്ളത്തേക്ക് കയറും. അപ്പോൾ അന്ന് ഇതിപ്പോൾ ഇഞ്ചൻ വെച്ചുള്ള പോക്ക്. അന്ന് തണ്ട് വലിച്ച് ഞങ്ങളിങ്ങനെ തണ്ട് വലിച്ചിങ്ങനെ പോവുകയാണ്. അങ്ങോട്ട് വള്ളം ഞങ്ങൾ മുൻപോട്ട് നോക്കിയിരുന്നിട്ട് പുറകോട്ട് വള്ളം പോയി. അതൊക്കെ മീനും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ അകലെ വന്ന് കാണുമ്പോൾ ഈ കുഴച്ചിലായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ശങ്കരാന്തി ചോറ് തല്ലിക്കുമ്പിടും തൻ്റെ മറന്നുപോയി പാട്ടൊക്കെ. മത്തി, അയില, ഈ മത്തിയാണ് സുലഭമായിട്ട് കിട്ടിക്കൊണ്ട് 12 മാസം കിട്ടുന്ന മീൻ മത്തിയായിരുന്നു. പിന്നെ അയിലയൊക്കെ എന്നുള്ളത് ഒരു 2-3 മാസമൊക്കെ കിട്ടിക്കൊണ്ട്, പിന്നെ ചെമ്പിനും അങ്ങനെ 2-3 മാസമൊക്കെ കിട്ടിക്കൊണ്ട് സുലഭമായിട്ട് 12 മാസം പിടിച്ചിട്ടിരുന്ന മീൻ മത്തിയാണ്. ഇപ്പോൾ ഒരുപാട് മീൻ നമുക്ക് കടപ്പുറത്ത് ഒരുപാട് മീൻ തന്നെ ഇപ്പോൾ കാണാനുണ്ട്. കാരണം പിന്നെ വരതല എന്ന് പറഞ്ഞൊരു സാധനം, വരതല, അപ്പം അങ്ങനെയുള്ള മീൻ ഇപ്പം കാണാനില്ല. പിന്നെ ഇപ്പം ഈ മാന്തൽ, അതൊക്കെ ഇപ്പം നമുക്ക് കടൽ അറ്റത്ത് കിട്ടുന്ന മീനൊക്കെയാണ്. അതൊന്നും ഇപ്പം കാണുന്നില്ല, ഇവിടെ ഇപ്പം ഇല്ല അതൊക്കെ. പിന്നെ പാലച്ചൊറ എന്നും പറഞ്ഞ് ഒരു ചൊറവുണ്ട്, പാലച്ചൊറ. ഇങ്ങനെ ഈ വരതല പോലെ തന്നെ അത് വലുതാകുന്ന ആ ടൈപ്പിലിരിക്കുന്ന ഇങ്ങനെ പരന്നിരുന്നിട്ട് നീളം കൂടുതൽ, അത് ചൊറകിൻ്റെ ഇനത്തിൽപ്പെടുന്നതാണ് പാലച്ചൊറ എന്നും പറഞ്ഞ്. അപ്പോൾ ആ ചൊറകിനൊക്കെ ഇന്നിപ്പോൾ കാണാനില്ല. പിന്നെ അതിനെ ഇപ്പം മുടിയൻ ചൊറക് കാണാനില്ല, വള്ളിച്ചൊറക് കാണാനില്ല, പിന്നെ തൂമ്പൻ ചൊറക് കാണാനില്ല. ഇങ്ങനെ ചൊറകിട്ടം തന്നെ ഒരുപാട് സൈറ്റ് ഇവിടെ കാണാറുണ്ട്. പിന്നെ ഒരുപാട് സൈറ്റ് മീൻ, പല്ലി മീൻ, പിന്നെ ഈ മാന്തൽ, പിന്നെ ഈ 1000 പല്ലി, ഇങ്ങനെയുള്ള മീനൊക്കെ ഒന്നിപ്പോൾ കാണാനില്ല. അതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഫിഷിംഗ് ബോട്ടിൻ്റെ ഇറക്കം. കാരണം അത് അടി കംപ്ലീറ്റ് അടിയുള്ള മീനെല്ലാം നശിപ്പിച്ചല്ലേ പോകുന്നത്, ചെറു കുഞ്ഞുങ്ങളെ വരെ നശിപ്പിച്ചല്ലേ പോകുന്നത്. ആ ബോട്ട് ഫിഷിംഗ് ആണ് ഈ കൂടുതലും ഈ വംശനാശം സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ മീൻ പിടിക്കുന്നത് വല ഇങ്ങനെ വളച്ച് പിടിക്കുന്നത്. ഒരു ബോട്ടുകാരൻ്റെ മീൻ പിടുത്തം പറഞ്ഞാൽ ഇവിടെ വലയിട്ട് കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചു പോവുകയാണ്. വലിച്ചു 2-3 മണിക്കൂർ കഴിഞ്ഞാണ് ഇവർ വല എടുക്കുന്നത്. അപ്പോൾ ആ വലയിൽ അടിയിലെ ചെള്ളയുടെ മറ്റൊന്നാണ് പോകുന്നത്. ആ പോകുന്നപ്പോൾ അതിനകത്തുള്ള ഇത്രയുള്ള പൊടി വരെ ആ വലക്കകത്ത് കയറും, കരയെ പോകത്തില്ല അത്. കാരണം അടിയിൽ ഈ മൂട്ടിലെ വല എന്ന് പറയുന്നത് തീരെ ഉറുമ്പും കണ്ണിയാണ്, അതിനകത്ത് ഉറുമ്പ് പോലും പോകത്തില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ വല കണ്ണ് വലുപ്പമാണ്. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന വല ഇപ്പം കണ്ണി ഇത്രയും വേർതിരിക്കണമെങ്കിൽ വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വലി തുടങ്ങുമ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ഇതിനകത്ത് ഒരു സാധനം പോവുക. ഇതെല്ലാം ഈ കയറുന്ന മീനെല്ലാം ബോട്ടുകാരൻ്റെ വലക്കകത്ത് ഇതിൻ്റെ മൂട്ടിൽ പോകും. അവിടെ ആ മൂലയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പോകത്തില്ല, അവിടെ അവിഞ്ഞ് ഇരിക്കും ഇവിടെ. അതാണ് ബോട്ടുകാരൻ്റെ മീൻപിടി, ഈ ബോട്ടിൽ ഫിഷിംഗ് ബോട്ടിൻ്റെ പണി. ഞങ്ങളുടെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും മീൻ കണ്ടു വളയ്ക്കുകയാണ് ഞങ്ങൾ. വെള്ളത്തിൻ്റെ മേളിൽ വരുന്ന മീൻ കണ്ടുകൊണ്ട് ഞങ്ങൾ വളയ്ക്കുകയാണ്. വളച്ചു കഴിഞ്ഞാൽ ഈ വലയെന്ന് പറഞ്ഞാൽ ചെള്ള മുട്ടത്തില്ല, മേളിൽ കിടി മീൻ ഇങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ സംവിധാനം പറഞ്ഞാൽ ഈ മിഷ്യൻ വഴി കയറുക, താഴെ കൂടി ഇങ്ങനെ മിഷ്യൻ കയറുമായിട്ട് അത്രയും പാഴ് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ വലയെ തറയെ മുട്ടത്തില്ല. ഈ മീനെ മാത്രം കണ്ടന്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആ മീൻ താഴെ കൂടി ഇങ്ങനെ വല കയറി പോരുകയാണ്. അപ്പം മീൻ അവിടെ നിൽക്കും. അതിൻ്റെ മീനിൻ്റെ താഴെ കൂടി മീനിപ്പം മേളിൽ നിൽക്കുന്ന മീനല്ലേ, ഒരു വെള്ളത്തിന് മേളിൽ നിൽക്കണം മീൻ. അപ്പോൾ കുറേ കനം കാണുവാണ്. അപ്പോൾ അതിൻ്റെ താഴെ കൂടി തന്നെ വല ഇങ്ങ് പോകും. അപ്പോൾ ഈ മീനകത്തായി പോകും. എന്നിട്ട് ഞങ്ങൾ വല ഞെരുക്കി മീൻ ഞങ്ങൾ വറുത്തിൽ പോരുകയാണ്. അതാണ് ഇതിൻ്റെ വഴിപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ മറ്റുള്ള മീനുകൾക്കൊന്നും ഒരു ദോഷവും സംഭവിക്കത്തില്ല. അപ്പോൾ ഈ വലക്കകത്ത് ഈ കാണുന്ന മീൻ മാത്രമേ കിട്ടത്തുള്ളൂ അതിനകത്ത്. അതാണ് ഞങ്ങളുടെ ഇപ്പം ഈ വള്ളങ്ങളിലെ മീൻപിടുത്തം. പക്ഷെ ഫിഷിംഗ് ബോട്ടിൻ്റെ മീൻപിടുത്തം അതല്ല. അത് മീൻ കാണാതെ അവർ തറയെ വല വിടുകയാണ്. ഇപ്പം ചെള്ള മറ്റം നിന്നാ വല വരുന്നത്. അതിപ്പോൾ ആ വല ഇപ്പം വികസിച്ച് ഇപ്പം വെള്ളത്തിന് മേലിൽ വരെ ആ വല നിൽക്കും. അതാണ് ഞാൻ കംപ്ലീറ്റ് ഉള്ള ആ വലയുടെ നേരെ എന്തെല്ലാം വരുന്നു അതെല്ലാം അതിനകത്ത് കയറി പോയിക്കോളും. അതിൻ്റെ കണ്ണി അറിയാൻ നമ്മൾ കാണുമ്പോൾ വലിയ കണ്ണി വലിപ്പമാണ്.
പക്ഷെ വെള്ളത്തിൽ ആ കണ്ണി ഇങ്ങനെ കിട്ടുന്നത് ഒരു വിടവ് പോലും കാണത്തില്ല. അപ്പൊ ഇതിനകത്ത് തട്ടുന്ന മീനല്ല, ഇങ്ങനെ ഇതിൻ്റെ അവിടെ തട്ടി 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 മൂട്ടിലോട്ട് പോയാണ്. മുടിഞ്ഞ ആ മീനിന് ഇങ്ങോട്ട് വരാനൊക്കത്തില്ല. അങ്ങോട്ടും അങ്ങോട്ട് ചില പല ഒതുങ്ങി ഒതുങ്ങി പോയാണ്. ഇങ്ങോട്ടൊരു എത്തിച്ച് അങ്ങോട്ടും അപ്പോൾ നമ്മൾ എലിപ്പട്ടി കിടക്കണ പോലെ ആയിപ്പോ. അതാണ് അതിൻ്റെ സംവിധാനം. അതാണ് ഇത്രയുള്ള സാധനം പോലും വരാത്തിന് മുട്ടിൽ നിന്ന് പോകത്തില്ല. അതായത് അതിൻ്റെ വല കാണുമ്പോൾ എല്ലാവരും ഓർക്കും ഈ വലൊക്കെ ഈ പൊടി എങ്ങനെ കിട്ടണത്. പക്ഷെ ആ വലയുടെ സംവിധാനം എന്ന് പറയുന്നത് ചെയ്യുന്ന ഇത് ഈ രീതിയിലാണ്. വല ഇങ്ങനെ തുറന്നു വയ്ക്കും, നമ്മൾ കാണുമ്പോൾ തുറന്നു വയ്ക്കും. വല വെള്ളത്തിൽ വലിയണ സമയത്ത് ഇത് കണ്ണി ഇങ്ങനെ ആയിപ്പോൾ പിന്നെ ഒരു സാധനം ഇതിൻ്റെ അവിടെ പോകത്തില്ല. അതാണ് ഫിഷ് രണ്ട് വ്യത്യാസം. അതാണ് കൂടുതലും മീൻ വംശനാശം മീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കാലാവസ്ഥ. നമ്മളിപ്പോൾ എല്ലാ ഇതുക്കുമ്പോ കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്തുനിന്ന് പറയാം. പക്ഷെ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ മീൻപിടുത്തങ്ങൾ വന്നപ്പോഴാണ് മീൻ നാശങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഈ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് പ്രകൃതി പണ്ടുള്ള പോലെ തന്നെ ആ പ്രകൃതി ഇപ്പോഴും ഉള്ളത്. അതായത് മാറ്റങ്ങളൊന്നും ഇതോ ചൂട് നമുക്കിപ്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ പണ്ട് സൂര്യൻ ഇതുപോലെ എല്ലാം ഉദിക്കുകയും അസ്തമിക്കുകയും പടിഞ്ഞാറ് കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുന്ന ഈ മാസങ്ങളിൽ ചൂട് കൂടുതലുള്ള മാസങ്ങളാണ്. അത് പണ്ടും അതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊക്കെ പോകത്തില്ല. കാരണം എല്ലാ 12 പിന്നെ ഈ 6 മാസം വേനൽക്കാലമാണല്ലോ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പഠിച്ചാൽ അതൊക്കെ കൂടുതൽ ഗ്രാഹ്യമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ കൂടുതൽ ഇത് വേനൽക്കാലമാണ്. ഇത് ഞങ്ങൾക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കൂടുതലായിട്ട് മീൻ കിട്ടുന്നത്. എല്ലാ സൈസും മീനും കിട്ടുന്ന ആ മാസങ്ങളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ പടിഞ്ഞാപ്പുറത്ത് കൂടുതൽ. അപ്പം അന്ന് പറഞ്ഞാൽ ശക്തിയായ മഴയായിരിക്കും. മഴ പിന്നെ കടൽക്ഷോഭം ഉണ്ടാവും. അപ്പോൾ അന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഇപ്പം ഹാർബർ സംബന്ധമായിട്ടാണ്. പണ്ട് അങ്ങനെയല്ല. ഇവിടെ ചാകര എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചാകര വന്ന് ചേറ് വന്ന് അടിച്ചിട്ട് അവിടെ കടൽ അനക്കമില്ല, നമ്മുടെ കുളത്തിലെ വെള്ളം പോലെ കിടക്കും. അപ്പോൾ ആ സ്ഥലത്താണ് ഞങ്ങൾ വള്ളങ്ങൾ കൊണ്ടുപോയി മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ അപ്പോൾ കടലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 5-10 വർഷം ഇവിടെ ചാകര കിടന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെയാണ് വള്ളങ്ങൾ പിടിച്ചിട്ടിരുന്നത്. അപ്പം എല്ലാ സ്ഥലത്തെയും വള്ളങ്ങൾ ഇവിടെ വരും. ഇപ്പോൾ ആ ചാകരയൊക്കെ മതി. ഇപ്പം നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്താണ് ഇപ്പോൾ ആ ചാകര ചെന്നിട്ട് ഇപ്പോൾ അവിടെ തന്നെ ഹാർബറും പിന്നെ കായങ്ങൾ. ഇപ്പോൾ ഹാർബർ സംബന്ധമായിട്ടാണ് വള്ളങ്ങളെല്ലാം പിടിക്കുന്നത്. ഇപ്പോൾ വള്ളങ്ങൾ സംവിധാനമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഇഞ്ചൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിപ്പം ചാകരപ്പാട്ടിലൊന്നും അങ്ങനെ ഇടാൻ പറ്റത്തില്ല. കാരണം കടൽ കൂടിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊണ്ട് കരക്കയറ്റി വെക്കുന്നില്ല, അല്ലെങ്കിൽ കടലിൽ വെള്ളത്തിൽ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വള്ളങ്ങളായതുകൊണ്ട് നമുക്ക് കടലുള്ള ഈ ഇന്ത്യനുള്ള പ്രദേശങ്ങളിലൊന്നും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ എല്ലാ ഹാർബർ സംബന്ധമായിട്ട് പിടിക്കുന്ന വള്ളങ്ങൾ. മുമ്പ് അങ്ങനെയല്ല, ഞങ്ങളുടെ കടവത്ത് തന്നെ ഇപ്പോൾ ഇവിടെയുള്ള വള്ളങ്ങൾ ഇവിടെ തന്നെ പിടിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സംവിധാനമൊക്കെ മാറിപ്പോയി. അന്നപ്പോൾ ആ വള്ളങ്ങൾ തന്നെ ചെറിയ വള്ളങ്ങളുമാണ്. ഇപ്പോൾ 10-12 ആളൊക്കെ പോകുന്ന വള്ളമായിരുന്നു. ഇന്നതല്ല, ഇന്ന് 60-70 ആൾ തന്നെ വലിയ വള്ളങ്ങളും അതിനുള്ള വലകൾ വലിയ വലിയ സംവിധാനങ്ങളൊക്കെ. ഇപ്പോൾ ഭക്ഷണം വരെ വള്ളത്തിലുണ്ട്. പണ്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വെളുപ്പിന് പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് എപ്പോഴാണ് വരുന്നത് ആ സമയത്താണ് ഭക്ഷണം കിട്ടുന്നത്. അങ്ങനെയാണ് അന്നത്തെ കാലം. ഇന്നങ്ങനെയല്ല. ഇപ്പോൾ വള്ളത്തിൽ തന്നെ സർവ്വ ഭക്ഷണങ്ങളും വള്ളത്തിലുണ്ട്. എല്ലാ റേഷനെല്ലാം കരുതിയാണ് പോകുന്നത്. അപ്പോൾ വള്ളം വലുതായി, ഇഞ്ചനായി, തണ്ടുവലിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു സംവിധാനം ഇപ്പോൾ ഉള്ളത്. ഞങ്ങളൊക്കെ പോയത് കൊണ്ട് സമയത്ത് ഞങ്ങൾ വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങൾ പണിക്ക് പോകും. തിരിച്ചു വരുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിന്നെ മീൻ കിട്ടുമ്പോൾ കര വരും. അതിന് നിശ്ചിത സമയം എന്നൊന്നുമില്ല. ചിലപ്പോൾ പോയാൽ ചിലപ്പോൾ എപ്പോഴാണ് മീൻ കിട്ടുന്നത്. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും മീൻ കിട്ടും. അവരൊക്കെ കടലിൽ കിടക്കും. ആ കടലിൽ ഞങ്ങൾ വെള്ളത്തിലല്ലേ. കടലിൽ ഞങ്ങൾ രാത്രി പണിക്ക് പോകുന്ന മാസങ്ങളുണ്ട്. ഇപ്പോൾ ഈ മാസങ്ങളിലൊക്കെ അന്ന് രാത്രിയാണ് പണിക്ക് പോകുന്നത്. അന്ന് രാത്രി പോയാലേ മീൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് പിന്നെ മീനൊക്കെ വന്ന് അന്ന് പിന്നെ ഈ മീൻ വരുമ്പോൾ തന്നെ ലൈറ്റ് അടിക്കുന്ന വെട്ടത്തിൽ മീൻ വരും. അപ്പോൾ ഈ വെട്ടം കാണുമ്പോൾ മീൻ വരുന്നതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ വെട്ടം പോലെ അത്ര റൗണ്ടിൽ ലൈറ്റ് അടിച്ച് മീൻ വരുന്ന പോലെ വരും. അപ്പോൾ എന്നിട്ട് ആ മീനെ വളച്ച് കോരുകയും ഇന്നത്തെ സംവിധാനമാണ്. ഇന്നും മീൻ അതേപോലെയൊക്കെ വരുന്നത്. ഇപ്പോൾ ക്യാമറ ഉണ്ട്. വെള്ളത്തിനടിയിരിക്കുമ്പോൾ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞത് അന്ന് നമ്മുടെ കണ്ണിൽ കാണണമായിരുന്നു മീൻ.
ഇന്നിപ്പോൾ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ക്യാമറ വെള്ളത്തിൻ്റെ താഴെ തന്നെ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ ഈ പിന്നെ വെള്ളത്തിൻ്റെ ബീലോസിൽ ഇപ്പം വെള്ളത്തിന് ബീലോസൊക്കെ ഉണ്ട്. ആളിന് ഇരുന്ന് ഓടിക്കുന്ന ഫ്രാങ്കിൽ ഇരുന്ന് ഓടിക്കാനൊക്കെ ഉള്ള സംവിധാനം ഇവിടെ കിഴക്കത്തെ ബോട്ട് പോലെ തന്നെ. അപ്പോൾ അതിനകത്ത് ഈ ടി വി പോലെ സ്ക്രീനുണ്ട്. ആ സ്ക്രീനകത്ത് ഇതെല്ലാം കാണാം. ഈ താഴെ മീൻ നിൽക്കുന്നത് ഈ ഓടിക്കുന്ന ആളിന് കാണാം. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഇപ്പം മീൻ പിടിക്കുന്നത്. അങ്ങനെയൊക്കെ കൂടുതലും ക്യാമറ ആയിക്കൊണ്ടാണ് പണി ചെയ്യുന്നത്. പണ്ട് നമ്മുടെ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ടാലേ ഇപ്പം മീനോട് പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് മീൻ കാണണ്ട, ഈ ക്യാമറയിൽ കണ്ട് അപ്പം അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറി. അത് ഇപ്പം പിന്നെ ഈ ശ്രാങ്ക് എന്ന് പറഞ്ഞ ആളിന് ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട്. പുള്ളിക്ക് എല്ലാ ദിവസവും ഇപ്പം പുള്ളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കടലിലും വെള്ളം ഈ ആളുകളെ പിന്നെ വെള്ളം എവിടെ പോകണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ ശ്രാങ്കാണ്. അപ്പോൾ ശ്രാങ്കിന് ഇപ്പോൾ ഒരു കണക്കൂട്ടിലേക്കാണ് ഈ മീനിൻ്റെ വരവും പോക്കും. ഇപ്പം ഇന്ന് പിടിക്കണ മീനിൻ്റെ പോക്കും വരവും എല്ലാം കാണുമ്പോൾ ഈ ശ്രാങ്കിന് മനസ്സിലാവും നാളെ ഈ മീൻ ഇവിടെ കിട്ടത്തില്ല, വേറൊരു സ്ഥലത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഉദ്ദേശിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെ അത് ശ്രാങ്കന്മാരുടെ അത് ഒരു മനസ്സിലുള്ള ഒരു കണക്കൂട്ടലാണത്. അത് വിദ്യാഭ്യാസ യോഗ്യത തൊട്ട് കിട്ടുന്നതല്ല. അത് ഈ കടലിലെ ഈ പണിയെടുത്ത് ഉള്ള എക്സ്പീരിയൻസ് ആണ്. അത് ചില ആളുകൾക്ക് അത് കിട്ടും. അത് അവരുടെ മനസ്സിലതാണ്. ഇപ്പം എൻ്റെ ചേട്ടനെന്നുള്ളത് വള്ളപ്പതറാങ്ക് എന്ന് പറയും. പുള്ളി ഭയങ്കര മീൻപിടുത്തക്കാരനാണ്. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ശ്രാങ്കാരൻ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഭയങ്കര വിദ്യാഭ്യാസം കുറവാണ്, പക്ഷെ പുള്ളി മീൻപിടുത്തത്തിൽ ഭയങ്കര അങ്ങനെയാണ്. ഇപ്പം പുള്ളി എവിടെ ഇപ്പം ഇന്ന് ഇവിടെ പിടിച്ച മീൻ നാളെ ഇതിന് കുറച്ച് വടക്കിൽ നിന്നേ കിട്ടത്തുള്ളെന്ന് പുള്ളിയുടെ മനസ്സിൽ തോന്നും. പുള്ളി പിറ്റേ ദിവസം പണിക്ക് പോയാൽ നേരെ അങ്ങോട്ടേ പോകത്തുള്ളൂ, അല്ല ഇങ്ങനെ പോകത്തില്ല. നേരെ ആ പ്രദേശം കണക്ക് കൂട്ടിയേ പോകത്തില്ല. മീൻ്റെ ആ പോക്കനുസരിച്ച് പുള്ളി പോകും. അങ്ങനെയൊക്കെ ഉള്ളൊരു പുള്ളിക്കൊരു ഭയങ്കര തിട്ടവും കാര്യങ്ങൾ. അങ്ങനെയുള്ള ശ്രാങ്കന്മാരുണ്ടായിരുന്നു. അതിന് ഇപ്പോൾ കടൽ വരുമ്പോൾ ചിലപ്പോൾ ഈ കടൽ കൂടുന്ന മാസങ്ങളില്ലേ, അതേക്കുറിച്ചൊക്കെ ശ്രാങ്കന്മാർക്കൊരു കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ചിലപ്പോൾ നാളെ കടൽ കൂടും. പിന്നെ പടിഞ്ഞോട്ട് ചെല്ലുമ്പോൾ ഈ കടലിൽ പാമ്പ് ഈ കെട്ടുവെച്ച് ഇങ്ങനെ കിടക്കും. കെട്ടുവെച്ച് കിടക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ചിലപ്പോൾ കോളിൻ്റെ ലക്ഷണം കാണിക്കും. അതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ പണിയെടുക്കാതെ കിഴക്കോട്ട് പോരും. ചിലപ്പോൾ കടൽ കൂടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അന്ന് അവരുടെയൊക്കെ ഒരേ കണക്കൂട്ടലായിരുന്നതല്ല. ആ കൂട്ടത്തിലൊക്കെ ഒന്ന് പണിയെടുത്തതാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. സ്പിരിറ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. പാമ്പ് പിന്നെ ചുരുണ്ടുകൂടി, 2 പാമ്പുകൾ തമ്മിൽ ചുരുണ്ടുകൂടി ഇങ്ങനെ നമ്മൾ പന്ത് പോലെ കിടക്കും. അത് വെള്ളത്തിൽ ഇങ്ങനെ പോയി കിടക്കും. അത് ഒന്നെങ്കിൽ കോളിൻ്റെ ഒരു ലക്ഷണം കാണിക്കും, അല്ലെങ്കിൽ കടൽ വരുന്നതിൻ്റെ ആ ഒരു ഇതാണ്. പിന്നെ ഈ കടലിലെ മീൻ തന്നെ ഈ തോവാര, ആ മീൻ വാലയെ കടിച്ചു വരും. ഒരു മീനിൻ്റെ വാലിലെ ഇങ്ങനെ കടിച്ചു വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലായും മീൻ എന്തോ കടലിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി വിട്ടൊക്കെ ഇന്ന് പണിക്ക് പിന്നെ വള്ളങ്ങൾ കിഴക്കോട്ട് പോകും പണിയെടുക്കാതെ. കാരണം ഇങ്ങനെയൊക്കെയുള്ള മീനിൻ്റെ കുറേ മാറ്റങ്ങളൊക്കെ കാണിക്കും. ഇന്നത്തെ പിള്ളേർക്കും തലമുറക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ എല്ലാം ക്യാമറയെ കൊണ്ടുള്ള പരിപാടിയാണ്. അന്ന് ഈ കടലിൽ ചെല്ലുമ്പോൾ ഓരോ മീനിൻ്റെ വരവ് കാണുമ്പോൾ തന്നെ പിന്നെ ചിലപ്പോൾ വ്യത്യാസം ചിലപ്പോൾ തോന്നിക്കും. ചിലപ്പോൾ ഈ മീൻ തന്നെ നമ്മൾ ഓടിയാൽ നമ്മൾ ഓടുന്നതിനൊക്കെ സ്പീഡ് ഈ മീൻ പോകും. അപ്പോൾ അത് കാണുമ്പോൾ അവിടെ ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവും വെള്ളത്തിൽ എന്തോ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഒന്ന് കടൽ വരാൻ, അല്ലെങ്കിൽ കോള് വരാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം മനസ്സിലാക്കി എന്നൊക്കെ ഇടക്കോട്ട് പോകും. അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ പടിയോടി നമ്മൾ കടലിൽ നിന്നിട്ട് ഈ ചേറ് താഴെ നിന്നില്ലേ, കോമള ഇങ്ങനെ മേലോട്ട് വരും. കോമള വരുമ്പോൾ മനസ്സിലായിക്കോണം കടൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഈ പിന്നെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പണിയോട്ട് ചെല്ലുമ്പോൾ ഈ കോമള നെരു പോലെ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കടൽ വരുന്നുണ്ടെന്ന് മനസ്സിലാകും. അടുത്ത് കോള് വരുന്നുണ്ട്. പിന്നെ കടലിലെ വെള്ളം നീല വെള്ളമാകും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വെള്ളമില്ലേ, ഇപ്പോൾ കാണുന്ന ഈ കടലിലെ വെള്ളം ചിലപ്പോൾ നല്ല നീല നിറത്തിലാകും. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കണം അടുത്ത് തന്നെ കോള് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ നിന്ന് മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് ഈ കോള് വരുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് പണിക്ക് പോകാതെയൊക്കെ കിഴക്കോട്ട് പോകുന്നത്. പിന്നെ കടലിൻ്റെ ഈ കടലിൽ നിന്ന് ഒരു പൊട്ടുന്നത് കോമള പോലെ വന്ന് പൊട്ടുമ്പോൾ മനസ്സിലാകും കടൽ മാറി വരുന്നുണ്ട്. പിന്നെ പടിഞ്ഞാറുന്ന് കടൽ മാറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കിഴക്കോട്ട് പോകും.
അന്നുള്ള കാലത്ത് ഇന്നുള്ള പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. എന്നുള്ള ഇപ്പൊ എന്റെ തലമുറ എന്റെ അച്ഛന്മാരും അപ്പൊ അവർക്ക് കൂടെ ഇന്ന് പണിക്ക് പോയുള്ള ഒരു പാരമ്പര്യം കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ. ഇന്നത്തെ തലമുറക്കൊന്നും അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അവരെല്ലാം ഇപ്പൊ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലായതുകൊണ്ട് ഇപ്പൊ ക്യാമറ കണ്ടല്ലേ മീൻ പിടിക്കണത്. പണ്ട് ഞങ്ങളുടെ കണ്ണി കണ്ടാണ് ഞങ്ങൾ മീൻ പിടിക്കണത്. ഇന്ന് അപ്പൊ അന്നത്തെ മീൻപിടുത്തം ഈ രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ അന്നത്തെ മീൻപിടുത്തം അന്ന് ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോ ആ ചെറിയ വള്ളങ്ങളൊക്കെ അപൂർവമാണ്. അതൊക്കെ ഈ ചെറിയ അറ്റത്ത് വരുന്ന ഈ കടലിന്റെ റബ്ബി വരുന്ന മീനൊക്കെ കോരുന്നത് ചെറിയ വള്ളങ്ങളാണ്. അതിനകത്തുള്ള ആ നങ്ക്, പിന്നെ നങ്ക് പോലുള്ള മീൻ അതൊന്നും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ അറ്റത്ത് വരത്തില്ല അതൊക്കെ. അതൊക്കെ പടിഞ്ഞാറൻ കടലിലൊക്കെ പലയിടത്തു നിന്ന് കിട്ടുമെങ്കിലേ ഉള്ളൂ. പണ്ട് സുലഭമായിട്ട് ഈ നങ്കത്തോണ്ട സാധനം കിട്ടുമായിരുന്നു. മാന്തല് ഇതൊന്നും ഇപ്പൊ കാണുന്നില്ല ഇവിടെ. അറ്റത്ത് കാണാനില്ല ഇപ്പൊ. കടലിൽ ഇപ്പൊ നമ്മളിപ്പോ വേനൽക്കാലമായി വരുമ്പോ മീൻ തണുപ്പ് പ്രദേശത്തോട്ട് മാറും. ഇപ്പൊ നമുക്ക് മഴക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പോലെ വെള്ള മീൻ പക്ഷെ വേനൽക്കാലത്ത് ഇവിടെ കാണത്തില്ല. അപ്പൊ വെള്ളം പിന്നെ തണുപ്പ് കിട്ടുന്ന വടത്തോട്ട് മാറും. അങ്ങനെയാണ് ഈ മീനല്ല ഈ വടക്കോട്ട് കൂടുതൽ മാറുന്നത്. വടക്കോട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പരപ്പനങ്ങാടി, താന്നൂര് അതൊക്കെ മലപ്രദേശമല്ല. അവിടെ വെള്ളത്തിനടി കല്ലുണ്ട്, പാരുണ്ട് അവിടെ. അപ്പൊ അവിടെ ആ പാരിന് തണുപ്പായിരിക്കും, കരിങ്കല്ലല്ലേ. അപ്പൊ മീനൊക്കെ അങ്ങോട്ട് മാറും. പാര് കടലിൽ പിന്നെ മലയില്ലേ, മല വെള്ളത്തിനടിയിലുണ്ട് അവിടെ. അവിടെ ഈ പരപ്പനങ്ങാടി, താന്നൂരൊക്കെ ഭയങ്കര മലയാണ്. വെള്ളത്തിനടി വരെ പാരുണ്ട്. പിന്നെ ഞങ്ങളതിന് പാരെന്നാ പറയണത്. കടൽ വെള്ളത്തിൽ പിന്നെ അവിടെ പിന്നെ മല വളർന്ന് നിൽപ്പുണ്ട്, കല്ല് വളർന്ന് കാണാനൊക്കത്തില്ല. അത് വെള്ളത്തിൽ മേളിൽ വളർന്ന് നിൽക്കുന്നത് ഇവിടെ കൊയിലാണ്ടിയിൽ കാണുന്ന പാല് വളർന്നിട്ട് മേളിൽ നമുക്കൊരു 3-4 പൊക്കത്തി മല വളർന്ന് നിൽപ്പുണ്ട്. അപ്പൊ അവിടെ വന്ന് പിന്നെ അവിടെ വന്ന് ഈ കാക്കയൊക്കെ അതിനകത്ത് പുറത്ത് കയറ്റുന്നത്. അതിന് പറയുന്നത് പിന്നെ ഈ ഒരു പേര് പറയാ പാരകന്, വെള്ളാംപാര എന്നൊക്കെയാ പറയണത്. അപ്പൊ അത് പറഞ്ഞാൽ കാക്ക തൂറിയിട്ടേ വെള്ള നിറമാണ്, വെള്ളാംപാര എന്നാണ് അതിന് പറഞ്ഞത്. ഈ വെള്ള നിറം ആദ്യം ഈ കാക്ക തൂറി വെള്ള നിറമാണ് വെള്ളാംപാര എന്നാണ് പറയുന്നത്. അത് കൊയിലാണ്ടി പടിഞ്ഞാറാണ്. അതുകൊണ്ടൊരു 5-6 ആൾപ്പൊക്കത്തിൽ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊക്കത്തിലാണ് അത് വളർന്നിങ്ങനെ ഒരു നിൽക്കുന്നത്. അത് ഏതാണ്ട് ഒരു 10-50 സെന്റ് സ്ഥലത്ത് അത്രയും പേര് വെള്ളത്തിന് മേളിൽ നിൽക്കും. അവിടുന്ന് കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ താഴെ വെള്ളത്തിന് മേളിലില്ല, ഒരു താഴെ മലയാണ്. അവിടെ ഒന്നും ഞങ്ങൾക്ക് വരവരാനൊന്നും പറ്റത്തില്ല. അവിടെ തന്നെ ഈ പല ചില സ്ഥലങ്ങളിലൊക്കെ കല്ല് പാറില്ലാത്ത പാടുണ്ട്. അവിടെയൊക്കെ നോക്കിയാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത്. അത് പിന്നെ ഇല്ലാത്ത കുറേ ഏരിയയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതില്ലാത്ത പാട് ഏതൊക്കെയാണെന്ന് ഇവിടെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവിടെയൊക്കെ വല അടിക്കത്തുള്ളൂ. ഇവിടെ ഒന്നും ഞങ്ങൾ ഇവിടേക്ക് വന്നാൽ നമ്മളെ വല കിട്ടത്തില്ല. പിന്നെ അറിയാതെ ഒരു പല പോയിട്ടുമുണ്ട്, പല കിട്ടത്തില്ല. പിന്നെ കാരണം പാറിനടുക്കാൻ കല്ലിനടിയിലേക്ക് പോകും. ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വല കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഉപേക്ഷിച്ച് കളയേ ഉള്ളൂ. അങ്ങനെയുള്ള പാട്ടിൽ പോകത്തില്ലേ. ആവശ്യമായിട്ട് പോയി ഇന്ന് അറിയാൻ പറ്റത്ത് ഈ വെള്ളത്തിലൊക്കെ ഒഴുക്കുണ്ടല്ലോ, ആ ഒഴുക്കിൻ്റെ പോലെ മാറി അങ്ങനെ അതിനകത്ത് ചെന്ന് വീണ് പോയാൽ കിട്ടാം ഇല്ല. വെള്ളത്തിന് അതൊന്നും വ്യത്യാസം. നീര് വടക്കെന്ന് വെള്ളം ഒഴുകുന്നതിനാണ് ഈ നീര് ഒഴുക്കെന്ന് പറയണത്. ഈ വെള്ളം ഇപ്പൊ വർഷകാലത്ത് ഭയങ്കര ഒഴുക്കായിരിക്കും വെള്ളത്തിൽ. ഇപ്പം പിന്നെ വർഷകാലത്ത് കൂടുതലും വെള്ളം ഒഴുകുന്ന തെക്കോട്ടാണ്. വർഷകാലത്ത് കൂടുതലും വെള്ളം ഒഴുകുന്ന തെക്കോട്ടായിരിക്കും. ഇവിടെ ഈ പിന്നെ വർഷം കഴിഞ്ഞൊരു ചിങ്ങം കന്നി മാസങ്ങളില്ലേ, ചിങ്ങന്നി മാസങ്ങളിൽ കന്നിമാസം തുലാമാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം വടക്കോട്ട് ഒഴുകും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ ഇപ്പം മീൻ ചിലപ്പോൾ ചില ദിവസം തെക്കോട്ട് ഒഴുകും, ചില ദിവസം വടക്കോട്ട് ഒഴുകും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട് ഈ മാസങ്ങളിലൊക്കെ. പിന്നെ ചിലപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന ദിവസമുണ്ട്, ചില ദിവസം പടിഞ്ഞോട്ട് ഒഴുകുന്ന ദിവസമുണ്ട്. അങ്ങനെ ഈ നാലാവഴിക്കും വെള്ളം കറങ്ങിക്കൊണ്ടിരിക്കും. അത് ചില ദിവസങ്ങളിലാണ്. പക്ഷെ കൂടുതലും തെക്കോട്ടാണ്. ഈ വർഷകാലത്ത് കൂടുതലും നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ കൂടുതലും തെക്കോട്ടാണ് വെള്ളം ഒഴുകുന്നത്. ഇതൊക്കെ പോവും. പക്ഷെ ഒഴുക്കിന് എതിരായിട്ടാണ് മീൻ നിൽക്കുന്നത്. മീനോട് നമ്മൾ കൂടുതലും പിന്നെ നമ്മൾ പണിയെടുക്കുന്ന പിന്നെ ഒഴുക്കിനെതിരായിട്ടേ വലയടിക്കത്തുള്ളൂ. കാരണം ഒഴുക്കിനെതിരായിട്ട് വലയടിച്ചെങ്കിലേ കൂടുതലായിട്ട് മീൻ കിട്ടത്തുള്ളൂ. ഒഴുക്കിന് അകലമായിട്ട് പോയിക്കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല. പക്ഷെ വലയെ മീൻ നിൽക്കും, പക്ഷെ നമ്മുടെ വലയെ കിട്ടത്തില്ല. പോയിക്കളഞ്ഞു വല ഒഴുകി അങ്ങ് പോവും, മീൻ പുറകോട്ട് പോകും. അത് മീനോട് വലയോട് എപ്പോഴും ഒഴുക്കിനെതിരെ കോരത്തുള്ളൂ. വല അടിച്ചാലേ മീൻ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ചിലപ്പോൾ വല കമത്തിക്കളയും, എന്നാലും കുറഞ്ഞ മീനെ കിട്ടും.
ഭയങ്കര ശക്തിയായ ഒഴുക്കൊക്കെ ഉണ്ട്. ഭയങ്കരമായ നമ്മൾ കിഴക്കൊഴുകുന്ന പോലെ തന്നെ കടലിലെ വെള്ളമുണ്ട്. അത് നമ്മൾ അറിയത്തില്ല. വെള്ളത്തിൽ ഒഴുക്ക് നമ്മൾ വല വിട്ട് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തില്ല വെള്ളത്തിൽ ഒഴുക്കുള്ള വിവരങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്കൊക്കെ കുറേ ആൾക്കാർക്ക് നമുക്ക് ഇതൊക്കെ അറിയാം, വെള്ളത്തിൽ ഒഴുക്കുണ്ടെങ്കിൽ എന്നുള്ള ഞങ്ങളുടെ അപ്പന്മാർക്കൊക്കെ വെള്ളത്തിൽ ഒഴുക്കുണ്ടെങ്കിൽ അറിയാനൊക്കെ പറയും. ഈ മേഘത്തെ നോക്കിയാൽ മേഘം ഇങ്ങനെ പറന്നുകൊണ്ട് പോകും. കാർമേഘം ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ മനസ്സിലാകും വെള്ളത്തിൽ ഒഴുക്കുണ്ട്. പിന്നെ കാറ്റടിക്കുമ്പോൾ ചില ശക്തിയായ ചില കാറ്റടിക്കുമ്പോൾ മനസ്സിലാകും വെള്ളത്തിൽ ഒഴുക്കുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറേ ഈ വിവരങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും. കാറ്റിൻ്റെ ഇതിൽ കിട്ടും. പിന്നെ മേഘത്തെ നോക്കി അറിയാനൊക്കെ. മേഘം ഇങ്ങനെ പറന്നുകൊണ്ട് പോകുമ്പോൾ വെള്ളത്തിൽ ഒഴുക്കൊണ്ടായിട്ടാണ് ഇത് പറന്നു പോകുന്നത്. ചിലപ്പോൾ കൊണ്ടുപോയി നമ്മൾ കാർമേഘം വെച്ച് കഴിഞ്ഞാൽ കാർമേഘം പറന്നുകൊണ്ട് പോയി കളയും. നമ്മളിപ്പോൾ ഇങ്ങനെ കാർമേഘം ഇങ്ങനെ ഒരു വാട്ടിൽ ഇങ്ങനെ വന്നിരിക്കുമല്ലേ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് പറന്നു പോകുമ്പോൾ വെള്ളത്തിൽ ഒഴുക്കുണ്ടായിട്ടാണെന്ന് മനസ്സിലാവും. കാരണം വെള്ളത്തിൽ ഒഴുക്കുണ്ടെങ്കിൽ അവർ ഉറച്ചു നിൽക്കത്തില്ലേ, പെട്ടെന്ന് ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകും. അപ്പം അതൊക്കെ ഞങ്ങൾക്കൊരു ലക്ഷ്യങ്ങളാണ് അതൊക്കെ. പക്ഷികളെ കാണുമ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ ഈ കടക്കാക്കെന്നും പറഞ്ഞ് പാച്ചിക്കാക്കെന്നും പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം അത് കാണാനില്ല. അത് മീൻ വരുമ്പോൾ മീനിൻ്റെ കൂടെ ഇരുന്നിട്ട് വരും. അതിങ്ങനെ മീനിൻ്റെ വരുമ്പോൾ മീനിനോട് ഇങ്ങനെ പാഞ്ഞിങ്ങനെ കിഴിപ്പോട്ട് കൊത്തി മീൻ എടുത്തിട്ട് വരും. അത് പാച്ചിന്ന് ഇത്രയേ ഉള്ള കാക്കയാണത്. ഭയങ്കര ഒതുങ്ങിയ ഒരു സൈസ് കാക്കയാണത്. അതിങ്ങനെ ഒളിപോലെ കിഴിപ്പോട്ട് പോയി മീനും കൊത്തിയെടുത്തിട്ട് അതുപോലെ തന്നെ കിഴിപ്പോട്ട് വരും. അപ്പം അതൊക്കെ മീനിൻ്റെ ലക്ഷ്യങ്ങൾ. മീൻ വരുന്നതാണൊക്കെ. പിന്നെ കാക്ക മാറി വരുമ്പോഴൊക്കെ ഞങ്ങൾക്കറിയാം ഇങ്ങനെ കാക്ക മാറി വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഞാനിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് പോകുന്നില്ല. അപ്പോൾ ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ പണിക്ക് വിട്ടില്ല. അവരൊക്കെ മക്കളെ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ പടിഞ്ഞപ്പുറം പണി തന്നെ മത്സ്യം പിടുത്തമാണ്. ഇപ്പോൾ ഒരു 60-70 പേരൊക്കെ 60 പേരുണ്ട് മത്സ്യം. പിന്നെ 60 പേര് 50 പേരില്ലാത്തൊരു വള്ളമില്ല ഇപ്പം. ദിവസം പോയിട്ട് വരുന്നു. ഇപ്പോൾ രാവിലെ ചില ദിവസം കിട്ടി. ഇപ്പോൾ പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ പോയിട്ട് ഒരു 2 മാസമായിട്ട് ഒരു പണിയുമില്ല. കാരണം മത്തി കിട്ടിയാൽ മത്തിക്ക് വിലയില്ല. ഇപ്പോൾ ചെറിയ മത്തിക്ക് വേണ്ട 1 കിലോയൊക്കെയാണ് 30 രൂപ 40 രൂപയൊക്കെ വിലയുള്ളൂ. 30 രൂപയൊക്കെ ഉള്ളൂ. അത് കാരണം ഇപ്പോൾ വിലക്കുറവാണ്. കാരണം ഇപ്പോൾ വള്ളങ്ങൾ കൂടുതൽ പോകുന്നില്ല. കാരണം ഇത് പോകണമെങ്കിൽ ഒരു ദിവസം 10,000-60,000 രൂപ ചിലവാണ് ഒരു ദിവസം പണിക്ക് പോകുന്നത്. ഡീസലും പിന്നെ ഭക്ഷണ അങ്ങനെ ഒരു 10,000 രൂപയുടെ ഭക്ഷണ സാധനം വെള്ളത്തേക്കാണ്. രാവിലത്തെ ചായ കുടി, ഉച്ചക്കത്തെ കുടി, വൈകിട്ടത്തെ ചായ കുടി, ഒരു പഴമ്പൊക്കെ സന്ധ്യ 8 മണി രാത്രിയൊക്കെ കര വരുമ്പോൾ അത് ഈ ഹാർബർ സംബന്ധമായിട്ടാണ് പോകുന്നത്. പിന്നെ വണ്ടിയുണ്ട്. ഇപ്പോഴത്തെ പോലെ ബസ്സിലൊന്നും അല്ല പോകുന്നത്. പ്രൈവറ്റ് ബസ്സുണ്ട്. സ്വന്തമായിട്ടൊക്കെ വണ്ടി ഉണ്ടാക്കിയിട്ട് വണ്ടി സ്വന്തമായിട്ട് ഇല്ലാത്തവർ വാടക വണ്ടി എടുത്ത് അത് മാസം വാടകയൊക്കെ എടുത്തുകൊണ്ട് ഓടിക്കുന്നത്. കാരണം ഈ 10-60 ആളൊക്കെ ഇല്ലേ. അപ്പുറത്ത് കാണുമ്പോൾ എപ്പോഴും ഈ നനഞ്ഞും മുഷിഞ്ഞും ഒക്കെ വസ്ത്രമില്ല. അപ്പോൾ അത് കാരണം ബസ്സിനകത്തൊന്നും കയറുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം വണ്ടി പിടിച്ച് വണ്ടിയിലാണ് പോകുന്നത്. ഓണറെടുക്കും. ഇപ്പം പിന്നെ ഓണർമാർക്ക് വള്ളവും പോയ ഓണർമാർക്കുണ്ടെങ്കിൽ അവർ തന്നെ വണ്ടി വരക്കും. കാരണം അല്ലെങ്കിൽ വണ്ടിക്ക് വാടക കൊടുക്കില്ല. അപ്പോൾ ചിലർ ലോണായിട്ടൊക്കെ എടുത്ത് വണ്ടി എടുക്കും. ഇവരൊക്കെ ലോണായില്ലാണ്ട് പിന്നെ മൊബൈലേക്ക് ഉണ്ടാക്കുന്ന എല്ലാം ലോണൊക്കെ എടുത്താണ്. ചിലപ്പോൾ 5-10 വാടക ഷെയർ കൂടി. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ തൊഴിലുണ്ടാക്കുന്നത്. പിന്നെ വണ്ടിയൊക്കെ ഇപ്പോൾ ലോൺ കിട്ടുമല്ലോ. അങ്ങനെ വണ്ടിയൊക്കെ ലോൺ എടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ വണ്ടി പിടിച്ച് എല്ലാ ദിവസവും അയാൾക്ക് കാശ് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന അപ്പം ലോൺ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടുന്ന മാസം വാടക കൊണ്ട് വണ്ടിയുടെ TC അടഞ്ഞു പോകുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത്. ഈ വെള്ളത്തിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഈ സ്രാങ്കിനാണ്. സ്രാങ്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് പോകണമെന്നുള്ള പിന്നെ പോകേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നത് സ്രാങ്കാണ് പറഞ്ഞാൽ ഇന്ന് പണിക്ക് പോകണം. അതിനോട് ഇപ്പോൾ ആര്യക്കാരെന്ന് ഒരാളുണ്ട്. അത് തലക്കേ നിൽക്കുന്നുണ്ട്. പക്ഷേ സ്രാങ്കെന്ന് പറഞ്ഞാൽ ഓടിക്കുന്നതാണ്. ആര്യക്കാരനെന്ന് പറഞ്ഞാൽ തലക്കേന്ന് മീൻ പിടിക്കുന്ന ആളാണ്. അയാളാണ് മീൻ കണ്ട വലാടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതലും പണിക്ക് പോണ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ആര്യക്കാരനാണ്. ഇപ്പോൾ ഇന്ന് പണിക്ക് പോകണം, അല്ലെങ്കിൽ നാളെ പണിക്ക് പോകണ്ട, അല്ലെങ്കിൽ നാളെ രാത്രി പണിക്ക് പോകണം, അല്ലെങ്കിൽ പകൽ പണിക്ക് പോകണം. ഇതൊക്കെ ഒരേ സമയം നിശ്ചയിക്കുന്നത് ഈ ആര്യക്കാരൻ. സ്രാങ്കെന്ന് പറഞ്ഞ ആളിന് ആ സമയത്ത്
വെള്ളത്തിൻ്റെയൊക്കെ വരിക, ഇഞ്ചൻ ഓണാക്കുക, വെള്ളം ഓടിച്ചിട്ട് പോയി ഈ ആര്യക്കാരൻ പറയുന്ന വഴിക്കെല്ലാം വെള്ളം ഓടിക്കുക. അപ്പോൾ ഈ ആര്യക്കാരനാണ് കൂടുതലും ഈ മീൻപിടുത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും തിരക്കുകയും എല്ലാം ചെയ്യുന്നത് ആര്യക്കാരനാണ്. ഫ്രാങ്കിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇഞ്ചൻ്റെ കാര്യങ്ങൾ വെള്ളം ഓടിക്കേണ്ട ഉത്തരവാദിത്വം. പിന്നെ പറയുന്ന വഴി ആര്യക്കാരൻ പറയുന്ന വഴിക്ക് ഈ വെള്ളം കൊണ്ട് ഞങ്ങൾ പോയിക്കോളും. ആര്യക്കാരനാണ് അപ്പോൾ ഉയർന്ന പദവി? ഉയർന്ന പദവി ആര്യക്കാരൻ. ആര്യക്കാരൻ. പിന്നെ വെള്ളവും വെള്ളം ഉത്തരവാദിത്വം എല്ലാം ഈ ഇതിൻ്റെ ഈ ഇഞ്ചിൻ്റെ പരിപാടിയെല്ലാം ചെയ്യുന്നത് ഫ്രാങ്ക്. പിന്നെ ഡ്രൈവർ കാണും. ഡ്രൈവറിന് എത്ര പിന്നെ ഇഞ്ചിൻ്റെ റിപ്പയർ വരുമ്പോൾ മാത്രം ഡ്രൈവർ നോക്കത്തുള്ളൂ. പക്ഷേ ഓട്ടോ പിടുത്തം എല്ലാം ഫ്രാങ്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഈ മീൻപിടുത്തം കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആര്യക്കാരൻ. നമ്മള് പണ്ട് ഈ ഓഹരി ഉണ്ടാകുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. വേതനമൊക്കെ ഏറ്റവും ചെറിയ ആള് വന്ന് പണിക്ക് കൊടുക്കുമ്പോൾ കൂട്ടം കൂടി ഓഹരി എടുത്ത് തീരുമാനിക്കും, അങ്ങനെ ഒരു കഥ അല്ല, കേട്ടിട്ടുണ്ട്. പണിക്ക് പോയി പിന്നെ ഇപ്പം പിന്നെ ഒരു തുക കിട്ടിക്കഴിയുമ്പോൾ അത് കിട്ടുമ്പോൾ ഇപ്പോൾ ഫ്രാങ്കിന് 2 കാശ് കൊടുക്കും. കാരണം ഇപ്പോൾ ഒരാളിന് 100 രൂപ ഉണ്ടെങ്കിൽ ഫ്രാങ്കിന് 200 രൂപ കൊടുക്കും. ആര്യക്കാരനും അതുപോലെ തന്നെ 200 രൂപ. ഇവർക്കെല്ലാം പദവി കൂടുതലുള്ളവരാണ്. അപ്പോൾ അവർക്ക് അതിനകത്തുള്ള ശമ്പളം കൂടുതലുള്ളൂ. ഇപ്പോൾ കിട്ടുന്ന തന്നെ ഇപ്പം പണി പിന്നെ അന്ന് പണിക്ക് പോയി കിട്ടുന്ന അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ പങ്കെന്നാ പറയണം. ഒരാളിന് 1 പങ്ക്, അപ്പോൾ ഫ്രാങ്കിന് 2 പങ്ക്. മനസ്സിലായോ? അത് കിട്ടുന്ന മീനിന്റെ വിലയാണ് മൊത്തം വിലയുടെ ഒരു പങ്ക്. ഇപ്പം 5000 ഇന്നത്തെ മീൻ വിറ്റിട്ട് ഒരു 10000 രൂപ കിട്ടി. ആ 10000 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളത്തിനും വിലക്കും പൈസ കൊടുക്കണമല്ലേ. അപ്പോൾ അതിന് ഇത്ര ശതമാനമെന്നുണ്ട്. അപ്പോൾ ഒരു 40% ഇത് നമ്മുടെ എണ്ണയ്ക്ക് അന്ന് കത്തുന്ന എണ്ണ എത്ര രൂപയുടെ എണ്ണ കത്തി, അത്ര എണ്ണയുടെ പൈസ മാറ്റിക്കഴിഞ്ഞ് ആ പൈസ മാറ്റിക്കഴിഞ്ഞ് 10000 രൂപ ഉണ്ടെങ്കിൽ 40000 രൂപ വള്ളവും വിലക്കാരന് കൊടുക്കും. അയാളുടെ ഉടമത്തിന് 40000 രൂപ കൊടുക്കും. ബാക്കി 60000 രൂപ ഇപ്പം 50 ആണെങ്കിൽ 50 ആളായിട്ട് ചോദിക്കും. അപ്പോൾ ഫ്രാങ്കിന് 2, ഡ്രൈവറിന് 2, ആര്യക്കാരന് 2, ഫ്രാങ്കിന് 2, 1.5 പങ്ക് ഡ്രൈവറിന്, പിന്നെ വെള്ളത്തിൽ ചാടുന്ന ആളിന് പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരു 5-8 പങ്ക് എക്സ്ട്രാ വരും. പിന്നെ രണ്ടാളുടെ പൈസയൊക്കെ ഇട്ട് കൂട്ടും. കാരണം ഞങ്ങൾ ദാരിദ്ര്യം വന്ന സമയത്ത് പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മാസങ്ങളൊക്കെ വറവ് മാസം പണിയാപ്പുറത്ത് പണി പറയുന്ന മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ ഇപ്പം ഞങ്ങളിങ്ങനെ ഇട്ടുകൂട്ട് കാശുണ്ടെങ്കിൽ അത് പൊട്ടി ഇട്ടുകൂട്ട് എവിടെ ശേഖരിക്കുക? അത് ഒന്നെങ്കിൽ വെള്ളവും വിളക്കാരൻ്റെ കൊടുക്കും, അല്ലെങ്കിൽ വെള്ളത്തേക്ക് എറിഞ്ഞ ഒരാളുടെ കൊടുക്കും. എന്നിട്ട് അയാളത് കൊണ്ട് നിക്ഷേപിച്ചിട്ടേ വരും. എന്നിട്ട് അന്ന് ദിവസവും കൊടുക്കുമല്ലോ എങ്ങളുടെ കാശ്. അപ്പോൾ അങ്ങനെ ബാങ്കിൽ എടുക്കുക, അതെന്താണ് ഇഷ്ടം. അങ്ങനെ ഇവിടെ കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്ന സമയത്ത് കാശ് കൊണ്ട് തന്നെ വന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തമുള്ള ആളിനെ കൊടുക്കത്തുള്ളത്. ചിലപ്പോൾ മിക്കവാറും വെള്ളം വിളക്കാരൻ്റെ തന്നെയാണ്, വെള്ളം ഉടമസ്ഥൻ്റെ കൊടുക്കത്തില്ല. കാരണം അങ്ങനത്തെ അല്ലേ തൊഴിൽ സാധനം എല്ലാം അങ്ങനെയൊക്കെയല്ലേ പെട്ടെന്ന് പൈസ എവിടെ ഉണ്ടായിക്കൊള്ളാം. ഇപ്പം ഞങ്ങളെപ്പോഴും കൊണ്ട് വെള്ളത്തേക്ക് ഏർന്നതിന് 100 രൂപ വെച്ചാൽ തരുക. അതിന് വെള്ളം വിലക്കാർ 10 രൂപ വെച്ചാൽ കിട്ടും. കാരണം അവന് മുതലുണ്ട്, ഇതിന് മുതലില്ല. അപ്പം അങ്ങനെയൊക്കെ വെള്ളം വിലക്കാരെ കൂടുതൽ ഏൽപ്പിക്കത്തുള്ളൂ. ചിലരെ വ്യക്തികളെ ഏൽപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെ ആ കാശാണ് ഈ അവസരങ്ങളിലൊക്കെ എടുത്ത് പങ്കിട്ട് എടുക്കും. അപ്പോൾ ചിലപ്പോൾ ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ കാശ് കൂടുതലൊക്കെ വരും. കാരണം ഇത് മീൻ കിട്ടണ സമയത്ത് നല്ല രീതിയിൽ മീൻ കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന പൈസക്ക് അതിനകത്ത് ഈ കാശ് കുറേശ്ശെ കുറേശ്ശെ കാശ് മാറ്റിയിട്ടേ അത് ഈ അവസരങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ആ രീതിയുണ്ട്. പാരമ്പര്യം പഴയത് തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. പങ്കെന്ന് പറയത്തില്ലേ, ഇപ്പോൾ ആളോരി എന്നവര് ഒരാൾ ഇത്ര ഒരു ഷെയർ എന്താവുന്നത്. അപ്പോൾ ഇപ്പം പങ്കൊക്കെ പോയി, ഇപ്പോൾ ഷെയർ ഉണ്ടാവും. പ്രാർത്ഥന അതിപ്പോൾ ഓരോരുത്തരുടെ മത അനുസരിച്ചുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും. അത് വെള്ളത്തെ കയറി കഴിഞ്ഞു പിന്നെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നവരുണ്ട്, വ്യക്തിപരമായിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. പിന്നെ വെള്ളത്തെ കയറി ചില വെള്ളത്തിലൊക്കെ ഉണ്ട്. 10 വട്ടം പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമേ വെള്ളം വിടത്തുള്ളൂ. അത് ഓരോരുത്തരുടെ മതം. ഇപ്പോൾ വെള്ളത്തെ കൂടുതൽ ഏത് മതത്തിലാണ് കൂടുതൽ ഇരിക്കുന്നത് അവരുടെ ആ ആചാരം അനുസരിച്ച് പ്രാർത്ഥനയും കാര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യൻസിൻ്റെ ഉള്ള പ്രാർത്ഥനയുണ്ട്. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ച് വെള്ളം വിട്ടു. രാജാവ് എന്നുള്ളത് ഈ കടലാനയാണ് ഈ രാജാവെന്ന് പറയുന്നത്.
അത് പണ്ടുള്ള ആൾക്കാർക്കെല്ലാം പിന്നെ വള്ളങ്ങളുടെ വേട്ട വരുമ്പോൾ പേടിയായിരുന്നു. കാരണം ഇത് വേണ്ട ഇവിടെ നേണ്ട് ഇത്രയും നീളം കാണും, ഇതിൻ്റെ ഇത്രയും വീതി കാണും. ഈ വെള്ളത്തിൽ വന്ന് ഇങ്ങനെ വെള്ളത്തിന് മേളിൽ വന്ന് പൂന്ന് പേരെ പൊങ്ങും. പൊങ്ങുമ്പോൾ ഇതിൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം മേലോട്ട് ചീറ്റും. അപ്പം നമ്മൾ പേടിച്ചു പോകും. അത് കിടപ്പാട്ട് പോരുമ്പം നല്ല ഈ ശുഷിയായിരിക്കും. ആ ശുഷിയിലൊക്കെ നമ്മൾ വീണ കറങ്ങിപ്പോകും. ഒരുമാരൊക്കെ നീന്തലയാകുമ്പോഴത്തേനെ ബെൻഡ് പോകും വെള്ളത്തിൽ. കാരണം ഇതിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്. പക്ഷെ ഇന്ന് അതൊക്കെ പേടിയൊക്കെ മാറി. ഇന്നിപ്പോൾ അത് മറ്റേ ഇപ്പം ഇല്ല ഈ പിന്നെ ഇഞ്ചൻ വെള്ളമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലിയ വെള്ളങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇത്ര വലിയ പേടിയൊന്നും നമുക്ക് അറിയില്ല. അതിപ്പോൾ ഇപ്പം കാണാനേ ഇല്ല തന്നെ. വല്ലപ്പോൾ യാദൃശ്യമായിട്ടൊക്കെ വരുമെങ്കിലേ ഉള്ളൂ. പണ്ട് അങ്ങനെയില്ല. പണ്ട് ഞങ്ങളൊക്കെ പണിക്ക് പോകുന്ന സമയത്ത് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഈ കടലാണിയെ കാണുന്നത്. ഇത് മീനിൻ്റെ കുറവ് കൊണ്ടാണ് എന്തോ അത് ഇപ്പം മീനാണ് ഭക്ഷണിക്കണം ഉണ്ടാകും. അത് ഈ ആന വരുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ആന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മീൻ മാറി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മീൻ കാണും, മീനിൻ്റെ കൂടെ വന്ന ആനയായിരിക്കും ഇത്. അപ്പോൾ ഇവനെന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങനെ വളഞ്ഞ് മീൻ്റെ ആവശ്യം വളഞ്ഞിട്ടേ ഇവൻ നടക്കത്തുള്ളൂ. മീനെ വളച്ച് നടക്കത്തുള്ളൂ. മീനിങ്ങനെ ഒരു കൂട്ടം തന്നെയല്ല, ഒരുപാട് കൂട്ടം മീൻ കാണും. എന്നാലും ഒരു കൂട്ടം മീൻ ഇവൻ്റെ ചുറ്റും എപ്പോഴും കാണും. എന്നിട്ട് ഇവനത് തിന്നുകയും പൂതിക്കടി കളയുകയും അങ്ങനെ അവൻ്റെ പരിപാടി. ആ മീനൊക്കെ നമുക്ക് കാണാൻ ഈ ചുവപ്പ് നിറമൊക്കെ തന്നെ മീൻ കാണുന്നില്ലേ, ഒക്കെ അവൻ്റെ കൊതിന്ന് പോകുന്നതാണ്. അവൻ പിരിഞ്ഞിട്ട് അതുപോലെ തന്നെ പോവുകയുമാണ്. എന്നോട് സംവിധാനം അതിലുണ്ട്. അതൊക്കെ ഒരു ദൈവ സൃഷ്ടിയാണ്. അതൊക്കെ ആനയെ കാണുമ്പോൾ ഞങ്ങൾ വല എടുത്തില്ല. അവൻ്റെ പറ്റ ചെല്ലുമ്പോൾ മീനുണ്ടെങ്കിൽ നമുക്ക് അറിയാനൊക്കും. ഈ ഒന്നെങ്കിൽ വെള്ളത്തിൽ ഇപ്പോഴത്തെ സംവിധാനത്തിൽ TV കാണാം, ക്യാമറയിൽ കൂടി കാണാം. ഇതല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നൊരിയില്ലേ, പൊടി നൊരി ഉണ്ടാകും. അത് മീനിൻ്റെ നൊരി കാണുമ്പോൾ ഞങ്ങൾക്കറിയാം. മറ്റേ കടൽ വരുന്നതിൻ്റെ നൊരി വേറെ, ഈ മീൻ വിടുന്ന നൊരി വേറെ. ആ നൊരി കാണുമ്പോൾ അറിയാം മീനിൻ്റെ കൂട്ടവാടിയിലുണ്ട്. അപ്പോൾ ആ നൊരി കണക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വല അടിക്കും. അങ്ങനെയൊക്കെയാണ് അന്നത്തെ മീൻ പിടുത്തങ്ങൾ കൂടുതൽ. അവനെ വല കയറിയിട്ടുണ്ട്, അവനെ പൊളിച്ചു പോകും. പിന്നെ ഇതല്ലേ ചെട്ടിയാമ്പലല്ലേ, ആനയുടെ മുമ്പിൽ എന്തോ അല്ലേ. വലക്ക് നല്ല കാശാണ്. ഇപ്പോഴത്തെ രൂപയാണെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപ വേണം ഒരു വലയാണെങ്കിൽ. കാരണം പക്ഷേ ആനയുടെ മുമ്പിലൊന്നും അല്ല. ആന ആ ചെല്ലുന്ന വചം പൊളിച്ചിട്ടുണ്ടെങ്കിൽ പോയിക്കോളും. അവൻ ചെല്ലുമ്പോൾ തന്നെ വല മാറി കൊടുത്തോളൂ. അത്ര ചെട്ടിയാമ്പല കൊടുത്തിട്ട് വല ഇത്രയും വിലവില്ല. അതല്ലല്ല, മറ്റത് ആന ഒരു ഉൾപ്പടിയല്ലേ. എത്ര പൗണ്ടുണ്ടെന്ന് അതിന് തന്നെ അറിയാം. നമ്മൾ ചിലപ്പോൾ കടലിലൊക്കെ ചത്ത് അടിയുന്നില്ലേ. അപ്പൊ അവൻ വെള്ളത്തിൽ അവനെന്ത് പവറാണെന്നറിയോ, ഭയങ്കര പവറാണ് അവൻ. അവനെ വെള്ളത്തിൽ വന്ന് നമ്മളൊക്കെ മേലോട്ട് പൊങ്ങുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും. ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മേലോട്ട് ചീറ്റുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും. പറ്റയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞങ്ങളൊക്കെ ആ കാലത്തൊക്കെ PH തട്ട് കെട്ടിപ്പോയിട്ടുണ്ട്, കിടന്ന് നിലവിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. കാരണം എന്ത് ചെയ്യാനൊക്കെ വെള്ളത്തിൻ്റെ താഴെ വന്നാണ് മേൽപോട്ട് നീക്കരുമെങ്കിൽ വെള്ളം മറിഞ്ഞു പോകും. വെള്ളം നിറഞ്ഞ പോലെ ഇട്ട് സംഭവിക്കുമെന്ന് പറയാൻ പറ്റിയത്. പക്ഷേ ഇന്ന് പിന്നെ അങ്ങനെയുള്ള സമയം ഇപ്പം വെള്ളമല്ല, ഈ അടിയിറക്കമുള്ള ഒരുപാട് താഴോട്ടേക്ക് ഇപ്പോട്ട് ഇറക്കമുള്ള വള്ളങ്ങളല്ലേ. അപ്പം അതിൻ്റെയൊക്കെയൊന്നും പറഞ്ഞ് ഇതൊന്നും പറ്റില്ല. ഒരു പണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റം പറയും. പണ്ട് അത് നമ്മൾ കരി കൊടുക്കുന്നതാണ്. നമ്മൾ എണ്ണ കൊടുക്കുമ്പോഴേ എണ്ണയും കരിയും കൂടി കുട്ടിക്കൊഴിച്ചാണ് അത് തേക്കുമ്പോഴാണ് ഈ കറുപ്പ് നിറം തന്നെ. ഇപ്പോൾ കറുപ്പ് പെയിൻ്റ് അടിക്കണ പോലെ തന്നെ അന്ന് ഞങ്ങൾ എണ്ണയുടെ അകത്ത് കരിയാണ്. നമ്മൾ കരി പൊടിച്ച് എന്നിട്ട് അത് പൊടിയായിട്ട് എണ്ണയുമായിട്ട് ചാലിച്ച് വള്ളത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളത്തിന് അത് കൂടുതൽ കൊടുക്കണമെങ്കിൽ വെള്ളത്തിന് വെള്ളം പിടിക്കാതിരിക്കാൻ, ഈ തടി കൂടുതൽ വെള്ളം പിടിക്കാതിരിക്കാൻ ആണ് ഈ എണ്ണ തേക്കണം. പിന്നെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ കരി കൂടി കൊടുക്കുന്നത്. ഒരു കളർ കിട്ടാൻ ഒരു ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഷോയ്ക്കുമായിട്ടാണ് കരി കൂടി കൊടുക്കുന്നത്. പിന്നെ ഈ നെയ്യെന്ന് പറയാം, അത് അന്ന് മത്തിയുടെ നെയ്യാണ്. അന്ന് മത്തി പുഴുങ്ങുമായിരുന്നു. ഇന്നിപ്പോൾ പറ്റത്തില്ല, ഇന്നും മുതലാകത്തില്ല. ഇന്ന് ചിരട്ടവരെയും അതിൻ്റെ ജോലിക്കൂലിയും അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അന്ന് പുഴുങ്ങിട്ടെണ്ണ എടുക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ കമ്മീഷക്കാരനുണ്ടല്ലേ, വെള്ളത്തിൻ്റെ ഉടമക്കാരൻ തന്നെ അല്ലാതെ കമ്മീഷക്കാർ വേറെയാണ്. അവർ ഈ വള്ളംവലി ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുക്കും. എന്നിട്ട് അവർ മീൻ വിൽക്കുന്നതിൻ്റെ 5% അവരെടുക്കും. 105 രൂപ കമ്മീഷൻ എന്നും പറഞ്ഞിട്ട് ഇവരെടുക്കും. അപ്പോൾ 1000 രൂപയുടെ മണിയുണ്ടെങ്കിൽ 50 രൂപ അവർക്ക് കൊടുക്കണം. അവരെടുക്കും. അവരാണ് മീൻ വിൽക്കുന്നത്.
അപ്പോൾ അവർ വന്ന് 50 രൂപ, പിന്നെ ഇപ്പോൾ 1000 രൂപ മീൻ വിറ്റ് 50 രൂപ അവരുടെ എടുക്കും. അപ്പോൾ അവർ പിന്നെ ഇപ്പം മീൻ സുലഭമായിട്ട് വരുമ്പോൾ അവർക്ക് പിന്നെ ഈ പിന്നെ മത്തി പുഴുങ്ങാനുള്ള ചെമ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടമുണ്ട്, ഈ ഷെഡ് പോലെ കെട്ടി, അന്ന് കൂടം എന്നാണ് പറയണത്. ഇന്നിപ്പോൾ ഷെഡെന്ന് പറയുന്നത് കൂടം. എന്നിട്ട് അത് ഓല കൊണ്ട് മേഞ്ഞത് മാടം എന്നൊക്കെ പറയുന്നത് ഇതോ മാടം. അത് മുതലാളിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് ഈ ചെറിയ അത് ഈ മേശയുടെ അകത്തൊരു മാടം പോലെ ഉണ്ട്. ഇത്രയും നീളവും ഇച്ചിരി വീതിയാണ്. ഈ ഡൈനിങ് ടേബിളൊക്കെ ഇച്ചിരി വീതി നീളമുള്ള 4 കാലുള്ള അതിനകത്താണ് മുതലാളി വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഇന്ന് കാശ് മേടിക്കുന്നത്. അന്ന് മുതലാളിയും തൊഴിലാളിയും വകഭേദം ഉണ്ടല്ലേ. അപ്പം മുതലാളി അതിനകത്ത് ഇരിക്കും, നമ്മൾ മുതലാളി മീൻ കൊടുത്തേച്ചൊക്കെ അകത്ത് പോയിരിക്കും. അത് നമ്മൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മുതലാളിക്ക് ചെന്ന് കാശ് മേടിച്ചുകൊണ്ട് അന്ന് കണക്ക് പറഞ്ഞ് നമ്മൾ ആളെ കൊടുക്കും. അപ്പം മുതലാളിയുടെ ഓഹരി എടുത്തിട്ട് മുതലാളി ബാക്കി ഇങ്ങോട്ട് തരും. അപ്പം ചിലപ്പോൾ മീൻ കൊണ്ടുപോകണ ഒരു കടവാരിക്ക് വന്ന് കൊണ്ടുപോകണത്. പക്ഷെ മുതലാളി നമ്മുടെ കൂടെ വരുമ്പോൾ മുതലാളി കാശ് തരും. എന്നിട്ട് നമ്മൾ കണക്ക് പറഞ്ഞെടുക്കും. അപ്പോൾ ആ മുതലാളിക്കറിയാം അവിടെ നിന്നും കമ്മീഷൻ കിട്ടും. അവർ കടമെടുത്തോണ്ട് പോയല്ലേ, അവർ നാളെ കൊണ്ടുവന്ന് കാശ് കൊടുക്കുമ്പോൾ അവർ കമ്മീഷൻ കൊടുക്കും, ഞങ്ങളൊരു കമ്മീഷൻ അവർക്ക് കൊടുക്കും. അപ്പോൾ മുതലാളിക്ക് 2 പറ്റുന്ന കാശ്. അതുള്ളത് അതിപ്പോഴും ഉണ്ട് ആ സംവിധാനം, ഇന്നും ആ സംവിധാനമുണ്ട്. ഇന്നിപ്പോൾ അവർക്ക് കാശ് കൂടി, ഇപ്പം മുതലമുടക്ക് കൂടുതലാണ്. ഇന്നിപ്പോൾ ഒരു വള്ളംവല ഉണ്ടാക്കണമെങ്കിൽ 1 കോടി രൂപ വേണം. അപ്പോൾ അത് 1% കാശ് മുതലാളി കൊടുക്കും. മുതലാളിക്ക് 2 പറ്റുന്ന കാശ് കിട്ടും. വണ്ടിക്കാരൻ മീൻ കൊണ്ടുപോകണം, അവരൊരു കമ്മീഷൻ കൊടുക്കും, ഞങ്ങളൊരു കമ്മീഷൻ കൊടുക്കും. 2 കമ്മീഷൻ മുതലാളിക്ക് കിട്ടും. അപ്പോൾ മുതലാളി ചിലപ്പോൾ പിന്നെ ഒരു വള്ളംവല ഉണ്ടാക്കുന്ന 10 ലക്ഷം 15 ലക്ഷം രൂപയൊക്കെ നമുക്ക് തരും. 1 കോടി രൂപ മുതലമുടക്കാണ് ഇപ്പോഴത്തെ വള്ളംവല. പണ്ടത്തെ രീതിയിലൊന്നും അല്ല. ഇപ്പോൾ സാധാരണക്കാരനൊന്നും വള്ളംവല ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ 1 കോടി രൂപയൊക്കെ അവിടുത്തെ മുടക്കി അത്ര ആസ്തിയുള്ള ആരും പണിയാപ്പുറത്തില്ല. നല്ല പണിയുള്ള ദിവസം 10,000 രൂപ വരെ ഒരാളിന് ഷെയർ കിട്ടുന്ന ദിവസങ്ങളുണ്ട്. 10,000 രൂപ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ദിവസമുണ്ട്. പക്ഷേ കൂടുതൽ ദിവസങ്ങളും ഒന്നും കിട്ടാത്ത ദിവസങ്ങളാണ്. പക്ഷെ കിട്ടുന്ന ദിവസം 10,000 രൂപ മുതലാളിക്കുന്നില്ല. അതുകൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത്. കിട്ടുന്ന അവസരത്തെ അതുപോലെ കിട്ടുന്നതുകൊണ്ടാണ് ഈ ഇല്ലാത്ത മാസങ്ങളിൽ ഈ മത്സരാളികൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ അന്ന് ആ കിട്ടുന്ന 2-3 മാസത്തെ വരുമാനമാണ് ഈ പിടിച്ചു നിൽപ്പിന് കാരണമാകുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്വർണ്ണമോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ചിലർ ചിട്ടി അങ്ങനെ വട്ടവട്ടൊക്കെ തന്നെ പോകും. ഈ 3-4 മാസം എന്ന് പറഞ്ഞത് പട്ടണിയുടെ അതായത് 10 പൈസ കടലിൽ നീട്ടാത്ത മാസങ്ങളാണ് ഈ 3-4 മാസം. അത് പിന്നെ ഇതെല്ലാം കൊണ്ടാണ് മേക്കപ്പ് ചെയ്ത് പോകുന്നത്. വള്ളത്തേക്ക് നല്ലൊരു ഐക്യമായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു വള്ളത്തെ 50 പേരുണ്ട്, 50 പേരും ഒരുമിച്ച് അവരൊരുമിച്ച് സംവിധാനം അതാണല്ലോ. എല്ലാവരും കൂടിക്കൊഴഞ്ഞിരുന്ന് തമാശയും കാര്യമൊക്കെ പറഞ്ഞ് മീനോട് അടിക്കണ സമയത്ത് മാത്രമേ ഇവരെല്ലാം അങ്ങോട്ടോട്ട് മാറി ബാക്കി എല്ലാവരും കൂട്ടമായിട്ടിരുന്നുണ്ട് എന്തെങ്കിലും തമാശയും കളികളൊക്കെ പട്ടിരിക്കുകയാണ്. മീനോട് വല അടിച്ചു കഴിയുമ്പോഴേ ഉള്ളൂ എല്ലാവരും അങ്ങോട്ടും ഓടി മാറി എല്ലാവരും അവനവൻ്റെ പണി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേഹവും കാര്യമൊക്കെ പോകും. അപ്പം അവനവൻ്റെ വാശിയൊക്കെ മീൻ പിടിക്കുക എന്നുള്ളതാണ്. അപ്പം ചെയ്യാത്ത പറഞ്ഞാൽ കുറവ് ചെയ്ത് പണി കുറ്റം പറയുക, അവനെ കൊണ്ട് പറഞ്ഞ് പണിയെടുപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള അപ്പം അത് അവിടെ വെച്ച് തീർന്നത്. അല്ല അതൊരു വൈരാഗ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയില്ല. നന്നായിട്ടൊക്കെ ചിലർ തന്നിട്ട് ദേഷ്യപ്പെടും. നമ്മൾ ചെയ്യുന്ന ഇച്ചിരി കുറവായി പോയി കഴിഞ്ഞാൽ അവിടെ അതറിയും. അവിടെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു 2-3 വട്ടം മീനുണ്ട് വലക്കാത്തിട്ട് പിടിച്ച് മറിഞ്ഞിട്ട് എടുക്കുകയാണ്. അതിൽ നിന്ന് ഒരുത്തരം ഇച്ചിരി കൈകളായി കഴിഞ്ഞാൽ ഉടനെ മീൻ കിട്ടോട്ട് പോകും. അപ്പം നമ്മൾ ദേഷ്യപ്പെടുകയല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അത് അപ്പം തീർന്നത്. അല്ലാതെ അവനോടത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കത്തില്ല. അത് അവിടെ പണിയുടെ കൂട്ടത്തിലുള്ളതാണ്. അതൊക്കെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അപ്പനെ മക്കളിരിക്കണ പോലെ ഇരിക്കുകയുള്ളൂ. പിന്നെ കരയും തമാശയും. പിന്നെ ഇപ്പോൾ ഭക്ഷണം ഉള്ളത് കൊണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങും. വല അടിക്കണ സമയത്ത് മാത്രമേ ഇതിനകത്ത് ഉത്തരവാദിത്തം ഉള്ളത് സ്രാങ്കിന്, ഡ്രൈവറിനും കിടന്നുറങ്ങാം. സ്രാങ്കും ആര്യക്കാരനും ഇവർക്ക് 2 പേർക്കുമാണ് ഉറങ്ങാനൊക്കത്തില്ല. കാരണം മറ്റേയാൾക്ക് മീനെ നോക്കണം, ഇയാൾ പിന്നെ ഇത് ഓടിക്കണം, നേരെ ഓടിച്ച് മറ്റേയാൾ പറയണ പോലെയൊക്കെ ഓടിച്ചിട്ട് പോകണമല്ലേ. മറ്റേക്കാരും മീനെ നോക്കണം. അപ്പം അങ്ങനെ കൂടെ 2-3 പേര് കാണും. ഈ ആര്യക്കാരൻ മാത്രമല്ല നിൽക്കുന്നത്, ആര്യക്കാരനോട് സഹായത്തിനോട് 2 പേര് നിൽക്കും. അപ്പോൾ ആര്യക്കാരനൊന്ന് ശരീരം താഴെ മാറി ഇരിക്കുകയാണെങ്കിൽ മറ്റവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കൂടുതൽ ഉത്തരവാദിത്വം ആര്യക്കാരനാണ് എപ്പോഴും നോട്ടവും. പിന്നെ മീൻ എങ്ങോട്ട് പോകണം, എങ്ങനെ വല അടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ആര്യക്കാരനാണ്.
അപ്പോൾ മീനിൻ്റെ പോക്ക് മനസ്സിലാണെങ്കിൽ വെള്ളത്തിൽ പോയി നിൽക്കണ മീൻ ഇപ്പോൾ ഈ മീൻ അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ ഈ എല്ലാവർക്കും മനസ്സിലാവും. എങ്കിലും കൂടുതൽ മനസ്സിലാവുന്നത് ഈ ആദ്യക്കാരനാണ്. ആദ്യക്കാരനാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ വല അടിക്കുന്നത്. മീൻ ഇങ്ങനെ വരും, അപ്പോൾ ഇങ്ങനെ വല അടിച്ചല്ലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ ആദ്യക്കാരൻ്റെ മനസ്സിലുള്ള കണക്കൂട്ടലാണ് ഈ വല അടിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും അനങ്ങാനൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അല്ല ഇപ്പോൾ കുറേ പിന്നെ പിള്ളേർ കിഴക്കോട്ടൊക്കെ പണിക്ക് പോകുന്നുണ്ട്. മുമ്പ് കിഴക്കോട്ടൊക്കെ അങ്ങനെ ആരും പണിക്ക് പോകുന്നു. അതിപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പണ്ട് കിഴക്കോശോട്ട് യാതൊരു ബന്ധവും ആൾക്കാർക്കില്ല. പടിഞ്ഞാപ്പുറത്തെ പണിയെടുക്കണോ പടിഞ്ഞാപ്പുറത്തെ പണി മാത്രം, ഒരു കിഴക്കോശോട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നിപ്പോൾ വരുന്ന തലമുറയെല്ലാം കിഴക്കുറവുള്ള ആൾക്കാരും പണിയറുള്ള ആൾക്കാരെല്ലാം പിന്നെ ഇപ്പോൾ സൗഹൃദ ബന്ധമുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ പല പണിക്കും മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ കിഴക്കോട്ട് തന്നെ ഒരുപാട് പിള്ളേർ പണിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ തട്ടടി, കോൺക്രീറ്റ് പണി, ഇങ്ങനെയൊക്കെയുള്ള പണിക്ക് ഒരുപാട് ബിൽഡിങ്ങിൻ്റെ പണി, ഇങ്ങനെ ഒരുപാട് മേലിലോട്ട് പിള്ളേർ മാറുന്നു. പണ്ട് ഈ പയ്യാപ്പുറത്ത് പറഞ്ഞ പള്ളിക്കൂടത്തിൽ പോകാൻ കഴിയില്ലാത്തപ്പോൾ നേരെ വന്ന് വള്ളത്തേക്ക് എറിയുകയാണ്. ഇന്നതല്ല. ഇന്ന് ഒരു വേറെ മേഖല തിരക്കുന്നുണ്ട്. ഒരുപാട് പിള്ളേർ ഇപ്പോൾ കിഴക്കോശം പണിക്കൊണ്ട് ബിൽഡിങ്ങിൻ്റെ പണിക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് പിന്നെ മുമ്പത്തേക്കാൾ ഒരുപാട് പിള്ളേർ വിദ്യാഭ്യാസം എടുത്ത് ഇപ്പം മറ്റൊരാളുടെ മക്കളൊക്കെ ഇപ്പോൾ മിക്കവാറും തന്നെ വിദ്യാഭ്യാസം അങ്ങനെ അടിപ്പത്തിരിക്കും. പണ്ട് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം കുറവായിരുന്നു. ഇന്നല്ല. ഇന്നിപ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മത്സ്യമേഖലയിൽ നിന്നൊക്കെ കിഴക്കോട്ട് വിദ്യാഭ്യാസമായിട്ടൊക്കെ എല്ലാവരും ഒരുപാട് പിള്ളേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭാവി തലമുറ ഇനി പടിഞ്ഞാറോട്ട് വരവൊക്കെ കുറവാണ്. കൂടുതലും പിള്ളേരുടെ പോക്ക് ഒന്ന് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വേറെ കിഴക്കോശം എന്തെങ്കിലും തൊഴിൽ, അങ്ങനെയൊക്കെ നോക്കിയാണ് ഇപ്പോൾ പിള്ളേർ പോകുന്നത്. കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പടിഞ്ഞാപ്പുറത്ത് പണിക്ക് പോകാനാരും കാണുന്നില്ല. കാരണം അത്ര ത്യാഗമാണ് ഇതിനകത്ത്. ഒന്നാമത്തെ കാര്യം ഉറക്കം നിൽക്കും. ഇവിടുന്ന് ബസ്സിന് 2 മണിക്ക് 1 മണിക്ക് ഇവിടുന്ന് വണ്ടി വിട്ടുന്നു. 1 മണിക്ക് 2 മണിക്ക് അവിടെ 2 മണിക്കൂർ എടുക്കത്തില്ല കൊച്ചി ചെല്ലുമ്പോൾ ഇവിടുന്ന്. ആ 2 മണിക്കൂർ അപ്പോൾ ഇവിടെ 1 മണിക്കൂർ ഇവിടെ കാത്തു നിന്നാൽ 10-60 ആൾ ഒന്നിച്ച് വരണ്ടേ. വരുന്നവരെ ആദ്യം വരുന്നവരൊക്കെ ഒരുപറ്റ ആൾക്കാർ ഇവിടെ ഇരുന്നുറങ്ങും. എന്നാൽ വണ്ടിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ ഉറങ്ങാനൊക്കെ അങ്ങനെ ചിലരൊക്കെ ഉറങ്ങത്തില്ല, ചിലർ ഉറങ്ങത്തില്ല. പിന്നെ വള്ളം പിന്നെ പണിയും കഴിഞ്ഞ് വരുന്ന ചിലപ്പോൾ രാത്രി 8 മണി 9 മണിയൊക്കെ ആകും ഇവിടെ വരുമ്പോൾ. വന്നേച്ച് പിന്നെ ഭക്ഷണവും കഴിച്ച് നേരം 1-2 മണിക്കൂർ കിടന്ന് ഉറങ്ങിയേച്ചും പിന്നെ പണിക്ക് പോവുകയാണ്. അപ്പോൾ ഉറക്കമെന്ന് പറയണത് കിട്ടത്തില്ല. ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആരോഗ്യത്തിൽ. കാരണം ഒരുപാട് ക്ഷീണക്കാരാകുന്നുണ്ടല്ലോ ഇപ്പോൾ. മുമ്പത്തേക്കാൾ ഇപ്പോൾ പിള്ളേരൊക്കെ ക്ഷീണക്കാരായിട്ട് മാറുകയാണ്. ഇന്നത്തെ കാര്യം ഉറക്കം നിപ്പാണ് കൂടുതൽ. ഉറക്കം നിപ്പ് പറഞ്ഞാൽ അപ്പോൾ എല്ലാ ദിവസവും പണിക്കൂടെ പിള്ളേർ കാണുകയില്ല. പിന്നെ ഈ കുടുംബമായിട്ട് ചിലർക്ക് ഇപ്പോൾ ഈ പണിക്ക് പോകണ വാശിയും വരെയൊക്കെ ഉള്ള പിള്ളേരുണ്ട്. പണിക്ക് പോകണം, ഉറക്കം പ്രശ്നം വല്ലതും നടക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെയുള്ള അങ്ങനെ കുറേ നല്ല പിള്ളേരുണ്ട്. ചില പിള്ളേർ പണിക്ക് പോകാൻ മടിയുള്ള പിള്ളേർ അമ്മരെ ഒരു ദിവസം പണിക്ക് പോയാൽ പറ്റുന്ന പോവുകയില്ല. അവർക്കൊന്നും ഒരു കാരണം മതി. അപ്പം അങ്ങനെയുള്ള പിള്ളേരും ഉണ്ട്. പക്ഷേ ഉത്തരവാദിത്തമായിട്ട് പണിക്ക് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ ഉറക്കം നിപ്പാണ് എല്ലാത്തിൻ്റെയും. കാരണം ഉറക്കം രാത്രി ശരിയായിട്ട് കിട്ടരുത്. കാരണം 2 മണിക്കൂറിനപ്പുറം ഉറങ്ങാനൊക്കത്തില്ല ഇവർക്ക്. ഈ ഒന്നാമത്തെ കാര്യം വെള്ളം ഇവിടെയല്ല പിടിക്കുന്നത്. കാരണം ഇപ്പോൾ വള്ളങ്ങൾ ആങ്കർ ചെയ്യുന്നത് ഇപ്പോൾ കൊച്ചി, പിന്നെ കായംകുളം, തോട്ടപ്പള്ളി ആറുപാട് ശരിയല്ലാത്തത് കൊണ്ട് വലിയ വള്ളങ്ങളൊന്നും ഇവിടെ ഇടിയില്ല. പിന്നെ കായംകുളം പോകണം, ഇല്ല പിന്നെ നീണ്ടരയിൽ പോകണം. ഇവിടെയൊക്കെയാണ് ഈ വള്ളങ്ങളെല്ലാം കൊണ്ട് ആങ്കർ ചെയ്യണം. ഇപ്പോൾ 2-2.5 മണിക്കൂറൊക്കെ വണ്ടിയെ തന്നെ ഇരിക്കണം. പിന്നെ 1 മണിക്കൂടെ വന്നിരുന്നെങ്കിൽ ഈ ആളെല്ലാം ഒത്തൊരുമിച്ചൊക്കെ വരുമ്പോൾ 2 മണിയാകും. ആ 2 മണിക്ക് വണ്ടി വിട്ട് 2 മണിക്കൂർ കൊണ്ട് അവിടെ ചെന്ന് പിന്നെ അവിടെ ചെന്ന് ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് ചായയും കുടിച്ച് എല്ലാം കഴിഞ്ഞ് വന്നിരുമ്പോൾ 3 മണിയാകും വള്ളത്തിൻ്റെയൊക്കെ വരുമ്പോൾ. പിന്നെ വള്ളത്തെ കയറി പിന്നെ എല്ലാം വള്ളത്തിൻ്റെ സാധനമെല്ലാം ഒഴിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി വരുമ്പോൾ 4 മണിയാകും. അങ്ങനെയൊക്കെ ഉറക്കം നിൽപ്പാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് പിള്ളേർക്ക് ഉള്ളത്. ഇത്ര ആകുന്നു. പണ്ട് ഇവിടെ ആയിരുന്നപ്പോൾ വള്ളങ്ങൾ ഇവിടെ പിടിക്കേണ്ടിരുന്നപ്പോൾ ഈ ചാകര ഉണ്ടായിരുന്നപ്പോൾ വള്ളങ്ങൾ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ 5 മണിക്ക് എഴുന്നേറ്റ് വന്നാൽ മതി. 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് അപ്പുറത്ത് ഒന്ന് ചായ എല്ലാം കുടിച്ച് 5 മണിക്ക് പണിക്ക് പോകാൻ. ഇന്നിപ്പോൾ നടക്കത്തില്ല. ഇപ്പം ഈ ഹാർബർ സംബന്ധമായ രീതിയിൽ കാരണം പണിക്ക് പോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അതും ഒരാഴ്ച പണിയില്ലെന്നുണ്ടെങ്കിൽ വള്ളം ഇറക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഒരാഴ്ചയായിട്ട് വള്ളം ഇറക്കാതിരിക്കുകയാണ് ഇപ്പം. ഈ എണ്ണച്ചെലവും ആൾക്കാരുടെ ചിലവും. ഇല്ല, വെള്ളം നശിക്കത്തില്ല. വെള്ളം പിന്നെ
നമ്മുടെ ഹാർബറിൽ കിടക്കല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ദിവസം പണിക്കോട്ടെ ബാങ്ക് ലോൺ എടുത്തവനാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു മാസത്തെ അടവടത്തിലേക്ക് ബാങ്കുകാരെ പിടിയായില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഞായറാഴ്ച പോകത്തില്ല. അത് ക്രിസ്ത്യൻസ് ഞായറാഴ്ച പോകില്ല, മറ്റുള്ളവർ ഞായറാഴ്ച പോകും. ചിലർ 1-ാം തീയതി മുടക്കും. ഹിന്ദുക്കൾ ചിലപ്പോൾ 1-ാം തീയതി മുടക്കുന്നവരുണ്ട്. അത് പല രീതിയിലാണ്. ഇപ്പം ക്രിസ്ത്യൻസ് ഞായറാഴ്ച പണിക്ക് പോകത്തില്ല. അതായത് പിന്നെ തീവ്ര സഭക്കാർ അവർ 1-ാം തീയതി മുടക്കാണ്. പിന്നെ മറ്റുള്ള മതസ്ഥർ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ്. അല്ലാതെ വേറെ മുടക്കുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള ബന്ധാകാര്യങ്ങൾ, ഇന്നിപ്പോൾ തീരദേശ ബന്ധാണ്, ഇന്ന് വള്ളങ്ങൾ ഇറക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോകാതിരിക്കുന്നുണ്ട്. അപകടത്തിൽ വീണിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്നൊക്കെ ഒന്നും സംഭവിക്കാതെ ഇവൻ രക്ഷപ്പെടുത്തി. അന്ന് തണ്ടോലിയുടെ സമയമാണ്. തണ്ടോലി ഇങ്ങനെയാണ്. അപ്പോൾ വള്ളം പുറകോട്ട് പോകും. ഇപ്പോൾ കായലിൽ ഇപ്പോൾ പിള്ളേരൊക്കെ കൊണ്ട് ഒരു വർഷത്തിൽ ഇറങ്ങല്ലേ, അത് തന്നെ പരിപാടിയാണ് ഞങ്ങളുള്ളത്. അത് പിന്നെ ഇതിപ്പോൾ അത് നീളമുള്ളല്ലേ, ഞങ്ങൾ അത്ര നീളമൊന്നുമില്ല. എൻ്റെ ഒരു 1.5 മാറ് 1.5 മാറ് നീളമുള്ള ഞങ്ങളുടെ അത് അത്രേ ഉള്ളു തോന്നും. പക്ഷെ അത് ഞങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ 10 തണ്ടെന്നാണ് ഉള്ളതിന്. പിന്നെ 2 പങ്കായ പറഞ്ഞാൽ ഈ വള്ളത്തിലെ നേരെയാക്കണ്ടേ, അത് നീളമുള്ളതാണ്. അത് പിടിച്ചാൽ സ്രാങ്ക് ഇങ്ങനെ ഇത് പിടിച്ചിട്ടാണ് സ്രാങ്ക് നിൽക്കുന്നത്, എന്നിട്ടാണ് വള്ളം ലെവൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തുഴയുകയും ചെയ്യാം. പങ്കായം എന്ന് പറഞ്ഞ് കോല് പോലെ നീളമുള്ള, എന്നിട്ട് പിന്നെ ഒരു ഇല പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മുട്ട്, അത് പിന്നെ പങ്കായം. ഇപ്പോഴത്തെ പങ്കായം എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ പണ്ടത്തെ ഇതൊക്കെ അല്ലേ, അപ്പം അതല്ല, ഇത് നീളമുള്ളത്. അതൊരു 1.5 മാറ് കാണും. അപ്പം അതാണ് സ്രാങ്കിൻ്റെ ഇരിക്കുന്നത്. അതാണ് സ്രാങ്ക് പിടിച്ചോണ്ട് നിൽക്കുന്നത്. സ്രാങ്ക് നിൽക്കേ ഉള്ളൂ, ഇത് പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അതിനാണ് സ്രാങ്ക് വള്ളത്തിലെ ഈ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്ന സ്രാങ്കാണ്. ചിലർ പിടുത്തില്ല ഈ വള്ളം, അത് വെള്ളത്തിനോട് ഇച്ചിരി ഒരു പിടുത്തം കിട്ടുന്നതാണ്. നമ്മുടെ വണ്ടിയുടെയൊക്കെ ബോട്ടിൻ്റെയൊക്കെ പ്രൊപ്പല്ലർ കേൾക്കുന്നില്ലേ, അതേ രീതിയിൽ അത്രയും ഇതേ പഠിച്ചിട്ടുണ്ട്.